പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച സീനിയർ CPO ഉമേഷ് വള്ളിക്കുന്നിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും. ഉമേഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R. ആനന്ദാണ് നോട്ടീസ് നൽകിയത്. 18 മാസമായി ഉമേഷ് സസ്പെൻഷനാണ്. രാഹുൽ, ഈ കേസിന്റെ പശ്ചാത്തലം, ഒപ്പം എനിക്ക് തോന്നുന്നു ഈ പോലീസുകാരൻ രാഹുലിനൊപ്പം ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണവും. രതീഷ്, നിലവിൽ ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് ഉമേഷ് വള്ളിക്കുന്ന്. ആ പേര് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. കാരണം സർവീസിലിരിക്കെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് സിസ്റ്റത്തെയും വിമർശിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ ഇടുകയും ഇതിനകം ഒട്ടനവധി അച്ചടക്ക നടപടികൾ നേരിടുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. 3 തവണ സസ്പെൻഷൻ, 30ഓളം അച്ചടക്ക നടപടികൾ ഇതിനകം തന്നെ ലഭിച്ചൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനാണ് പിരിച്ചുവിടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ 15 ദിവസത്തിനകം മറുപടി നൽകുക എന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഏറ്റവും ഒടുവിലായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? പിരിച്ചുവിടുന്ന ഉറപ്പാണോ അതോ മറുപടി നൽകുന്നുണ്ടോ? പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ നോട്ടീസ് തരുന്നത്. 15 ദിവസം സമയമുണ്ട്. മറുപടി നമ്മൾ എന്തായാലും കൊടുക്കും. ഒരു 11ഓളം അച്ചടക്ക നടപടികൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പോലീസ് സേനയിൽ തുടരാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ നോട്ടീസ് തന്നിട്ടുള്ളത്. അത് വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് പലതും. അതായത് കാടുപൂക്കുന്ന നേരം എന്ന സിനിമയുടെ പോസ്റ്റർ ഡയലോഗും ഷെയർ ചെയ്തതിനാണ് ഒന്ന്. അത് UAPA കേസ് നിലനിൽക്കുന്ന സമയത്ത് ഷെയർ ചെയ്തുകൊണ്ട് പോലീസിനെ അപമാനിച്ചു. പിന്നൊന്ന് ഹെൽമെറ്റ്, അതായത് ഒരു ലൊടുക്ക ഹെൽമെറ്റ് കൊണ്ടുവന്ന് പോലീസുകാരെ പറ്റിച്ച ഒരു സംഭവമായിരുന്നു. അതിൽ നടപടി ഉണ്ടായില്ല. ഹെൽമെറ്റ് അവർക്ക് മാറ്റി വെക്കേണ്ടി വന്നു. പക്ഷേ എൻ്റെ 2 ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്തു. പിന്നെ ഒന്ന്, ഞാൻ ആതിരെ പ്രണയിച്ച് കല്യാണം കഴിച്ചതിന്. അപ്പോൾ അത് ഇപ്പോൾ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അസാൻമാർഗിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടു എന്ന്. പ്രണയവും കല്യാണമൊക്കെ അസാൻമാർഗിക പ്രവൃത്തിയാണെന്ന് ഒരു അന്നത്തെ ജോർജ് പറയുന്നതാണെങ്കിൽ ഓക്കെ, വയസ്സനാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ 10-30 വയസ്സിന് താഴെയുള്ള IPS ഓഫീസർ അത് പറയുന്നത് വളരെ മോശം കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഉചിതമായ മറുപടി കൊടുക്കും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് നടപടി ഉണ്ടെങ്കിൽ ട്രിബ്യൂണലിലും കോടതിയിലുമായിട്ട് നമ്മൾ അതിനെ നേരിടും. സോഷ്യൽ മീഡിയ ഇടപെടലുകൾ പലതവണ താക്കീത് ചെയ്തിട്ടും തുടർന്നു. പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. നോട്ടീസിൽ പറയുന്നത് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സേനയ്ക്ക് നമ്മളൊരു കളങ്കം ഉണ്ടാക്കിയിട്ടില്ല. സേനയ്ക്ക് കളങ്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കീടങ്ങളെയും അഴിമതിക്കാരെയും പറഞ്ഞ കള്ളന്മാരെയൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ അവർ സേനയ്ക്കെതിരെ, സർക്കാരിനെതിരെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ. സത്യത്തിൽ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ആരാണ് കളങ്കം ഉണ്ടാക്കിയത്. സേനയിലെ ചില ഉദ്യോഗസ്ഥരെയാണ് താങ്കൾ വിമർശിച്ചത്? തീർച്ചയായിട്ടും. സേനയിലെ മുകളിൽ തൊട്ട് താഴെ വരെയുള്ള ഉദ്യോഗസ്ഥരിലെ പോലീസ് സേനയ്ക്ക് അത്യന്തം അപമാനകരമായിട്ടുള്ള പ്രവൃത്തികളെയും ഒക്കെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത്. വേട്ടയാടി എന്നാണോ തോന്നുന്നത്? എന്നെ വേട്ടയാടി എന്ന തോന്നൽ എനിക്കില്ല. സത്യത്തിൽ നമ്മളവരെ ചൂണ്ടിക്കാണിക്കുന്നു, അവർക്ക് നിലനിൽപ്പില്ലാതാവുകയാണ്. അവരെ അടിപതറുമ്പോൾ അവർ നമുക്കെതിരെ നടപടികളായിട്ട് വരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന പോസ്റ്റിനൊക്കെ നടപടി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു 200-300 നടപടി എടുക്കണം. അപ്പോൾ തുടക്കത്തിലൊക്കെ ഓരോ പോസ്റ്റും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാക്കിയിട്ട് കൊടുക്കുമായിരുന്നു. അതായത് പരസ്യമായിട്ട് നമ്മൾ ഇട്ടിട്ട് ഒരു 1000 പേരോ അല്ലെങ്കിൽ 1,00,000 പേരോ 1,000,000 ആൾക്കാരോ കണ്ട പോസ്റ്റ് രഹസ്യ റിപ്പോർട്ടാക്കിയിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് SP കൊടുത്തിട്ട് അതിൽ നടപടി എടുക്കായിരുന്നു. പിന്നെ പത്തനംതിട്ട ഒരു SP വന്നപ്പോഴാണ്, ഒരു DYSP വന്നപ്പോഴാണ് പറഞ്ഞത് ഇയാൾ ഇടുന്ന പോസ്റ്റ് ഇത്രയും ആൾക്കാർ കണ്ടതിന് ശേഷം നിങ്ങൾ രഹസ്യ റിപ്പോർട്ടായിട്ട് തരേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം തോന്നുന്നു ഇപ്പോൾ അത്രയ്ക്ക് നടപടികൾ വരുന്നില്ല.